ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രികളാണ്. അത് നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഇൻഡസ്ട്രികളാണ്. ഇനി അതിൽ നിന്ന് ഈ 6 ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രികളിൽ 2 ബിസിനസ്സുകൾ മാത്രമാണ് ഇപ്പോൾ സിസ്റ്റം ലൈവ് ആക്കിയിട്ടുള്ളത്. ഒന്ന് ഡിജിറ്റൽ ബാങ്കിങ്, 2022 ജൂലൈ 28 സ്റ്റാർട്ട് ചെയ്ത PVC മെറ്റ പ്രോഗ്രാം. ഇനി 4 ബിസിനസ് സെഗ്മെന്റുകൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗത്ത് പുറത്തേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നു. സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് അധികം വൈകാതെ കണ്ട് മൊബൈൽ നെറ്റ്വർക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നു. വൺ വേൾഡ് വൺ സിം എന്ന് പറയുന്ന ഒരു ആശയം ഈ സിസ്റ്റം നമ്മുടെ മുമ്പാകെ വെക്കുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് സോഷ്യൽ മീഡിയ പുറത്തേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നു. അത് ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വസ്തുതയാക്കി ഈ സിസ്റ്റം മാറ്റാൻ വേണ്ടി പോകുന്നു എന്ന ചില വാർത്തകൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നു. കാരണം സോഷ്യൽ മീഡിയ ഇന്ന് ഉപയോഗിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് ഒരു പൈസ പോലും ഇൻകം കിട്ടുന്ന ഒരു അവസ്ഥയില്ല. പക്ഷേ പേൾവിൻ ഇന്റർനാഷണൽ അവിടെ ഡിഫറന്റ് ആകുന്ന ഒരു കാര്യം കൊണ്ടിരുന്നു. പേൾവിൻ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയ ചാനൽ നിലവിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ ചാനലുകളുമായി ലിങ്ക്ഡ് ആയിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. പേൾവിന്റെ സോഷ്യൽ മീഡിയ ചാനലിലൂടെ നമുക്ക് ഫേസ്ബുക്കിലേക്ക് പോകാം, വാട്സപ്പിലേക്ക് പോകാം, യൂട്യൂബിൽ പോകാം, ഇൻസ്റ്റാഗ്രാമിൽ പോകാം. അങ്ങനെ നമ്മൾ വാട്സപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ നമ്മൾ യൂസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം അവതരിപ്പിക്കുന്നു പേൾവിൻ ഇന്റർനാഷണൽ. ഈ 2025 അതിന് നാമി കുറിക്കുന്ന ഒരു വർഷം കൂടിയാണ്. അങ്ങനെ ഇൻകം കിട്ടുമെന്ന് ഒരു കസ്റ്റമർ മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്താൽ അതിന് അഡീഷണൽ കമ്മീഷൻ കൊടുക്കുന്ന ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ പേൾവിൻ ഇന്റർനാഷണൽ 100% ജനകീയമായി മാറുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ 2025 എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓൺ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം വരാൻ വേണ്ടി പോകുന്നു. നമുക്കറിയാം ഇന്ന് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം നിസ്സാരമായ ഒരു കാര്യമല്ല, ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് ഓൾറെഡി തന്നെ. വളരെ വലിയ പ്രൈസുകൾ കിട്ടുന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, ഓൺ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം വരാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ ചരിത്രം തിരുത്തി കുറിക്കുന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോം ബങ്കി എന്നറിയപ്പെടുന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഈ 2025 കൂടി ഓപ്പൺ ആകാനുള്ള സാധ്യതകളിലേക്ക് നിൽക്കുന്നു. ഇപ്പൊ ബങ്കിയുടെ ട്രയൽ റണ്ണ് തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ സിസ്റ്റം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ അതിനുള്ള പേപ്പർ വർക്കുകൾ ദ്രുതഗതിയിൽ ഈ സിസ്റ്റം നീക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. A to Z പ്രോഡക്റ്റുകൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ക്വിക്ക് ഡെലിവറിയിലൂടെ നമ്മുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന ബങ്കി. ആ ബങ്കിൽ ഈ ലോകത്തിന്റെ കീഴിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഒരുപക്ഷെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ കിട്ടാത്ത നിരവധി പ്രോഡക്റ്റുകൾ, അതിൽ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ. കാരണം നമുക്ക് ബങ്കിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആ കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റിൽ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാം. അങ്ങനെ വിധേയമാക്കി അത് ആ കമ്പനിയുടെ പ്രോഡക്റ്റ് അല്ല എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നതെങ്കിൽ ഇരട്ടി കോമ്പൻസേഷനാണ് ബങ്കി അവകാശപ്പെടുന്നത്. അപ്പൊ 100% ഈ 2025 എന്ന് പറയുന്നത് പേൾവിൻ ഇന്റർനാഷണൽ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു വർഷമായിരിക്കും. അതായത് ശരിക്കും മണൽ തരികൾക്ക് പോലും പേൾവിൻ ഇന്റർനാഷണൽ എന്ന നാമധേയം മനസ്സിലാക്കി കൊടുക്കുന്ന വർഷമായിരിക്കും ഈ 2025. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം, ഈ കാലഘട്ടത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ശരിക്കും കാലഘട്ടത്തെ അപഗ്രഥിച്ചു നോക്കിയാൽ ടെക്നോളജികളിൽ അധിഷ്ഠിതമായിട്ടുള്ള കാലഘട്ടം, ടെക്നോളജികളാൽ നിയന്ത്രിക്കപ്പെടുന്ന കാലഘട്ടം. നമ്മൾ ഇന്ന് ഇന്റർനെറ്റ് നമ്മളെ ഇന്ന് വെബ് 3 ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്ന കാലഘട്ടം. വെബ് 1 ആ ഒരു സമയത്ത് ഇന്റർനെറ്റ് നമ്മളിലേക്ക് കടന്നു വന്ന ആ ഒരു പീരീഡില് ജസ്റ്റ് റീഡ് എന്ന നിലയ്ക്ക് ഇന്റർനെറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്തുവെങ്കിൽ വെബ് 2 നമ്മളെ കൂട്ടിക്കൊണ്ട് പോയപ്പോഴാണ് നമ്മളൊക്കെ പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയത്. വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ നമുക്കിടയിലേക്ക് കടന്നു വന്നത്. ഇന്നിതാ വെബ് 2 കടന്ന് ഇന്റർനെറ്റ് നമ്മളെ വെബ് 3 കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ഈ വെബ് 3 കടക്കുമ്പോൾ നൂതനമായിട്ടുള്ള നിരവധി ടെക്നോളജികളും നമ്മുടെ ഭാഗത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെറ്റാവേഴ്സും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും അങ്ങനെ നിരവധി ആർട്ടിഫിഷ്യൽ ഇന്റർനെറ്റ്, IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, മെഷീൻ ലേണിംഗ്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ഈ ടെക്നോളജികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ആ ടെക്നോളജികളുടെ വരവോടുകൂടി ലോകത്തിൽ നടക്കുന്ന പ്രക്രിയകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് മാറുന്നു. ഈ ടെക്നോളജികളുടെ സഹായത്തോടെ കഴിഞ്ഞ 100 വർഷക്കാലങ്ങൾ കൊണ്ട് നടന്ന പുരോഗതികൾ തീർച്ചയായിട്ടും വരുന്ന 1 കൊല്ലം കൊണ്ട് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്നു. ഇതിനും പുറമെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ഇന്ന് റോബോട്ടുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഡ്രൈവർലെസ് കാറുകൾ നമ്മൾ കേട്ടു,
മറ്റ് വിദേശ രാജ്യങ്ങളില് ഇന്ന് ആതുര സേവന രംഗത്ത് ഡോക്ടർ എന്ന ലെവലിലും എന്താണ് റോബോട്ടുകൾ ഉപയോഗിക്കുന്നു. ആമസോൺ അവരുടെ പാക്കിംഗ് സെക്ഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടി റോബോട്ടുകളെ പ്രയോജനപ്പെടുത്തുന്നു. ഇപ്പൊ ഡെലിവറി ബോയ്സ് ആയിട്ട് റോബോട്ടുകളെ പ്രയോജനപ്പെടുത്താനുള്ള പരീക്ഷണങ്ങൾ ഇപ്പൊ ആമസോൺ ആരംഭിച്ചു. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും ശരിക്കും ഈ നൂതന ടെക്നോളജികളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഏവരും ജീവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ PVC മെറ്റ എന്ന പെൽവിൻ ഇന്റർനാഷണലിന്റെ രണ്ടാമത്തെ എന്താ പറയാ ബിസിനസ് സെഗ്മെന്റിന്റെ പ്രത്യേകതയെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഈ ടെക്നോളജികളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ടെക്നോളജികളിലെല്ലാം യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതമായിട്ട് യോജിക്കുന്ന ഒരു കറൻസി ക്രയവിക്രയങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെയെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെ നമുക്ക് മറക്കാൻ പറ്റില്ല, കാണാതെ പോകാൻ പറ്റില്ല. NFT ടോക്കണുകളെ നമുക്ക് മറക്കാൻ പറ്റില്ല, കാണാതെ കണ്ട് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ അൽഗോരിതമായിട്ട് യോജിക്കുന്ന കറൻസി ഇന്ന് ലോകത്തിന്റെ കീഴിലുള്ളത് ക്രിപ്റ്റോ കറൻസിയും അതോടൊപ്പം തന്നെ NFT ടോക്കണുകളും ഒക്കെയാണ്. അങ്ങനെ വരുമ്പം ക്രിപ്റ്റോ കറൻസിയുടെ ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ, ആ ബിറ്റ്കോയിൻ 2009, 2010 കാലഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ ഏതാണ്ട് ₹2.90 വിലയെങ്കിൽ ഇന്നത് ഏതാണ്ട് 90 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ എത്തി നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കഴിഞ്ഞൊരിടയ്ക്ക് കണ്ടു. 93 ലക്ഷം രൂപ വരെ ബിറ്റ്കോയിന്റെ വില കയറിയ ഒരു സാഹചര്യവും നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ബിറ്റ്കോയിന്റെ വില 1 കോടി രൂപയ്ക്ക് അടുത്തേക്ക് അടുക്കുകയാണ്. അതോടൊപ്പം ബിറ്റ്കോയിൻ നമ്മളെ ഒരു പാഠം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. എന്താണ് ആ പാഠം? 2009 ഒരു 5 രൂപ എടുക്കാൻ എന്റെ കയ്യിലും എന്നെ കേൾക്കുന്ന ബഹുമാന്യ സദസ്സിൽ ഉൾപ്പെടുന്ന എല്ലാ വ്യക്തികളുടെ കൈകളിലും ഉണ്ടായിരുന്നു. അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കേവലം വെറും 5 രൂപ. ആ 5 രൂപ കൊടുത്തിരുന്നെങ്കിൽ അന്ന് നമുക്ക് 2 ബിറ്റ്കോയിൻ സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞേനെ. ആ 2 ബിറ്റ്കോയിൻ ഇന്ന് നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത് നമ്മളെ ഒരു കോടീശ്വരനോ കോടീശ്വരിയോ ആക്കി കൺവേർട്ട് ചെയ്തേനെ. എന്നാൽ ഈ ബിറ്റ്കോയിനെക്കാട്ടിലൊക്കെ ഉപരിയാകുന്ന ഒരു സ്ഥാനത്താണ് അവർ PVC മെറ്റയെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ബിറ്റ്കോയിൻ പുറത്തു വന്നത് ശരിക്കും 2009 അന്ന് നമ്മളാരും Web3യുടെ ഭാഗമല്ല. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴാണ് Web3യുടെ ഭാഗമായത്, നൂതന ടെക്നോളജികളുടെ ഭാഗമായി മാറിയത്. അപ്പൊ ബിറ്റ്കോയിനിന്റെ അൽഗോരിതം ഒരിക്കലും Web3യിൽ നമുക്ക് യൂസ് ചെയ്യാൻ നന്നേ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ PVC മെറ്റ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈ നൂതന ടെക്നോളജികളെല്ലാം ബ്ലെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലാണ് PVC മെറ്റ എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ടെക്നോളജികളിലെല്ലാം ഈ PVC മെറ്റ 2025 ഉപയോഗിക്കപ്പെടുന്ന കാലഘട്ടം. അതോടൊപ്പം തന്നെ ഇന്ന് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഏറ്റവും ഫേമസ് എക്സ്ചേഞ്ച് ആയ വേൾഡ് വൈഡ് എക്സ്ചേഞ്ച് ആയ ബിനാൻസിന്റെ Web3യുടെ വാലറ്റായ ഡെഫി വാലറ്റിൽ PVC മെറ്റ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ വർഷം PVC മെറ്റ ട്രേഡിംഗിലേക്ക് കടക്കും എന്ന് സിസ്റ്റം അനൗൺസ് ചെയ്തിരിക്കുന്ന കാലഘട്ടം. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് വരുമാനമായിട്ട് PVC മെറ്റ കിട്ടുന്ന ഒരു സാഹചര്യം. അപ്പൊ എന്തുകൊണ്ടും ലോകത്തുള്ള 800 കോടി ജനങ്ങൾ ഈ ഒരു കാര്യത്തെ തിരിച്ചറിയുന്ന ഒരു വർഷമാണിത്. അതുകൊണ്ട് തന്നെ സിസ്റ്റം ഒരു ഓമന പേര് നൽകി PVC മെറ്റ വിളിച്ചു ദ ഫ്യൂച്ചർ ഓഫ് മണി, ഭാവിയുടെ പണം. യെസ്, ഇന്ന് നമ്മൾ പണം ഉപയോഗിച്ച് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് PVC മെറ്റ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. എന്നാൽ ഇതിന്റെ മൂല്യം വർദ്ധിക്കുവാൻ വളരെ വലിയ സാധ്യതകളാണ് നിൽക്കുന്നത്. കാരണം എല്ലാ ടെക്നോളജികളെയും ഉൾക്കൊള്ളുവാൻ PVC മെറ്റയ്ക്കാവും. ഈ PVC മെറ്റ കൊണ്ടുവരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും PVC മെറ്റയുടെ ആ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വലിയ ലെവലിലേക്ക് പോകും. നമുക്കറിയാം 2022 ജൂലൈ 28 PVC മെറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സമയത്ത് $1 ആയിരുന്നു PVC മെറ്റയുടെ വില എന്ന് പറയുന്നത്, 88 രൂപ. ഏതാണ്ട് ഒരു വർഷക്കാലങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും PVC മെറ്റയുടെ വില $13 വരെ ഉയർന്ന ഒരു സാഹചര്യം. അപ്പം ശരിക്കും ഏതാണ്ട് 1365 രൂപ വരെ PVC മെറ്റയുടെ വില ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഈ സിസ്റ്റത്തിന്റെ ശക്തമായിട്ടുള്ള അപ്ഡേഷനിലേക്ക് ഈ സിസ്റ്റം തിരിയുന്നത്. കാരണം എന്താണ്? ദ ഫ്യൂച്ചർ ഓഫ് മണിയാണ് PVC മെറ്റ. വരുന്ന 100 വർഷമോ 1000 വർഷമോ ഒക്കെ ഉപയോഗിക്കപ്പെടേണ്ട ഒരു കറൻസിയാണ് PVC മെറ്റ. അതിന് ശക്തമായിട്ടുള്ള അപ്ഡേഷൻസ് 100% ആവശ്യമാണ്. ആ അപ്ഡേഷന്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ ഇതിലേക്ക് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഈ വിലയ്ക്ക് കുറച്ച് വ്യതിയാനം സംഭവിച്ചു. ഇന്ന് ചെറിയ ഒരു വിലയ്ക്ക് നമുക്ക് PVC മെറ്റ കിട്ടുന്ന ഒരവസ്ഥയിലാണ്. ശരിക്കും അത് നമ്മുടെ ഒരു ഭാഗ്യമായി നമുക്ക് കരുതാം. കാരണം നാളെ ഭാവിയുടെ പണമാകുന്ന PVC മെറ്റ മാക്സിമം വാങ്ങി നമ്മുടെ കൈകളിൽ സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ് ശരിക്കും നമ്മൾ ഇന്ന് നിൽക്കുന്നത്. എന്നാൽ ഈ ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ
ബിറ്റ്കോയിൻ ഇന്ന് ഏതാണ്ട് 90 ലക്ഷം എന്താ പറയാ രൂപയ്ക്ക് അടുത്തുള്ള പ്രൈസിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ക്രിപ്റ്റോ വാങ്ങി വെക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ആൾക്കാർ ഹാപ്പിയാണ്, ഒരു വിഭാഗം ആൾക്കാർ വെയിറ്റിംഗിലാണ്. കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഏതാണ്ട് 93 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ BTCയുടെ വില വന്നു. ആ 93 ലക്ഷം രൂപ വിലയുള്ള സമയത്ത് പർച്ചേസ് ചെയ്ത നിരവധി ആളുകൾ തീർച്ചയായിട്ടും വേൾഡിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കിപ്പോൾ അത് വിൽക്കാൻ കഴിയില്ല. കാരണം എന്താണ്? 93 ലക്ഷത്തിൽ താഴെയാണ് ഇപ്പോഴുള്ള BTCയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു വിഭാഗം ആൾക്കാർ ഹാപ്പിയാണ്. കുറഞ്ഞ വിലയ്ക്ക് എടുത്ത ആൾക്കാർ കൂടിയ വിലയ്ക്ക് വിൽക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. പക്ഷേ കൂടിയ വിലയ്ക്ക് എടുത്ത ആളുകൾ അതിന്റെ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്ത് കയറി വരാൻ വേണ്ടി വെയിറ്റിംഗിലുണ്ട്. ഇത്തരം ഒരു അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരികയാണ് PVC മെറ്റ പ്രോഗ്രാമിലൂടെ. PVC മെറ്റയുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രോസസ്സുകൾ നമുക്ക് ഈ പ്രോഗ്രാമിൽ കാണാൻ വേണ്ടി കഴിയും. ഒന്ന് സീഡ് ഫണ്ടിങ് എന്ന് പറയും, 2 ടോക്കൺ ഫാമിംഗ് എന്ന് പറയും. ഇനി സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ മഹത്തരമായ ഈ പ്രസ്ഥാനത്തിന്റെ മഹത്തരമായിട്ടുള്ള PVC മെറ്റയുടെ പാർട്ട്ണറായി നമ്മളെ അംഗീകരിക്കുന്ന പ്രോസസ്സാണ് സീഡ് ഫണ്ടിങ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് സീഡ് ഫണ്ടിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? സീഡ് ഫണ്ടിങ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വേണ്ടുന്നത് നമ്മളൊരു 1000 PVC മെറ്റ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഗ്രൂപ്പില് 5 രൂപ എന്ന ക്രമത്തിലാണ് നമ്മൾ മെറ്റ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1000 മെറ്റ നമുക്ക് വാങ്ങാൻ കേവലം 5000 രൂപയുടെ മുതൽ മുടക്ക് വരും. അപ്പൊ 5000 രൂപ നമ്മൾ മുടക്കി 1000 PVC മെറ്റ വാങ്ങി നമ്മൾ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ കീപ്പ് ചെയ്യുന്നു. ആ ട്രസ്റ്റ് വാലറ്റിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ കസ്റ്റോഡിയൻ നമ്മളാണ്. ആ വാലറ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അതിനൊരു 12 രഹസ്യ വാക്കുകളുണ്ട്. ആ രഹസ്യ വാക്ക് ഈ ലോകത്തിന് കീഴിൽ അറിയാവുന്ന ഒരേ ഒരാൾ നമ്മൾ മാത്രമാണ്. ആ 12 രഹസ്യ വാക്കുകൾക്ക് അതിൻ്റെതാവുന്ന പ്രാധാന്യമുണ്ട്. അത് ഒരിക്കലും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയല്ല. ആ രഹസ്യ വാക്കുകൾ അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ വാലറ്റ് എന്ത് ചെയ്യാൻ പറ്റൂ, തുറക്കാൻ പറ്റൂ. ഇപ്പൊ ട്രസ്റ്റ് വാലറ്റും മെറ്റാമാസ്കും നമ്മൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റത്തിന്റെ അഭിപ്രായ പ്രകാരം നമ്മൾ 2 വാലറ്റുകൾ ഇപ്പൊ യൂസ് ചെയ്യുന്നു. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന ആ സീക്രട്ട് ഫ്രേസ് അല്ലെങ്കിൽ 12 രഹസ്യ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും അത് നമുക്ക് മാത്രം അറിയാവുന്ന ആൾക്കാർ അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് മാത്രമാണ് സാധിക്കുന്നുള്ളത് കൊണ്ട് അത് അറിയാത്ത ആൾക്കാർക്ക് ഈ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയേ ഇല്ലാത്തത് കൊണ്ട് 100% നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന PVC മെറ്റ 100% സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മുടെ വാലറ്റിനകത്തുണ്ട്. ശേഷം നമ്മൾ PVCmeta.io എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സീഡ് ഫണ്ടിങ്ങിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു. അങ്ങനെ സീഡ് ഫണ്ടിങ് ഫിനിഷ് ആവുന്നു. അങ്ങനെ ഫിനിഷ് ആകുമ്പോൾ സിസ്റ്റം പറയുകയാണ് ഈ PVC മെറ്റ ടോട്ടൽ അതിന്റെ സപ്ലൈ എന്ന് പറയുന്നത് 1.5 ബില്യൺ ആണ്. ഇതിന്റെ 80% ഈ സിസ്റ്റമാണ് ഹോൾഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്താണ് PVC മെറ്റയെ മറ്റുള്ള ടോക്കണുകളിൽ നിന്ന്, മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളിൽ നിന്ന് വിഭിന്നമാക്കുന്നത്, ഡിഫറന്റ് ആക്കുന്നത്? കാരണം PVC മെറ്റയ്ക്ക് പകരം PVC മെറ്റ മാത്രം, വേറൊന്നും അതിന് പകരം വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്? എല്ലാ ടെക്നോളജികളും ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു NFT ടോക്കൺ അതത്രേ PVC മെറ്റ. അപ്പൊ തീർച്ചയായിട്ടും ഈ ടെക്നോളജികളുടെ യൂസേജിലേക്ക് ഗവൺമെന്റുകളും സ്വകാര്യ സ്ഥാപനങ്ങളും മറ്റു വ്യക്തികളും ഒക്കെ കടക്കുന്ന സമയത്ത് 101% ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അഭിവാജ്യ ഘടകമായി PVC മെറ്റ നിൽക്കുമ്പോൾ 1.5 ബില്യൺ ടോട്ടൽ സപ്ലൈയുടെ 80% ഈ സിസ്റ്റം ഹോൾഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ 80%-ന് നിരവധി കോൺട്രാക്റ്റുകൾ ഉണ്ടാകുന്നു. അതിലൂടെ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഈ സിസ്റ്റത്തിന് കിട്ടുന്നു. ഇനി നമ്മളോ 1000 PVC മെറ്റ മേടിച്ച് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ സൂക്ഷിച്ചുകൊണ്ട്, നമ്മുടെ വാലറ്റിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ സീഡ് ഫണ്ടിങ്ങിലേക്ക് PVCmeta.io എന്ന ഡൊമൈനിലേക്ക് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ എന്താ ചെയ്യുക? നമ്മളെ പാർട്ട്ണറായിട്ടാണ് ഈ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റം ഒരു കാര്യം ചെയ്യുന്നു. എന്താണ്? അവർക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് ഒരു 0.20% ഡെയിലി നമുക്ക് റിട്ടേൺ തരുന്നു. അങ്ങനെ എത്ര ദിവസക്കാലം തരുന്നു? 1000 ദിവസക്കാലം നമുക്ക് തരുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? 1000 മെറ്റയുടെ 0.20 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 2 മെറ്റ വരും. അപ്പൊ പിറ്റേ ദിവസം തൊട്ട് 2 മെറ്റ അധികത്തിന് നമ്മുടെ വാലറ്റിലേക്ക് വരാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ 1000 ദിവസക്കാലം വരുമ്പോ 100% നമ്മുടെ മെറ്റയുടെ ടോട്ടൽ എണ്ണം 2000 എണ്ണമായി. നമ്മൾ വാങ്ങിയ 1000-ഉം സിസ്റ്റം തന്നെ 1000-ഉം 2000 എണ്ണമായിട്ട് നമുക്ക് മാറി. അപ്പൊ നോക്കൂ ഫ്രണ്ട്സ്, നമ്മൾ 1000 മെറ്റയ്ക്ക് മാത്രമേ പണം കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വിൽക്കാൻ വേണ്ടി 2000 എണ്ണം നമുക്ക് സിസ്റ്റം അനുവദിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മെറ്റയുടെ വില കൂടിയാലും കൊള്ളാം, കുറഞ്ഞാലും കൊള്ളാം, ഒരിക്കലും ഈ ബിസിനസ് നഷ്ടത്തിൽ കലാശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതേ ഇല്ല.